കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാധ്യമ പ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് TV-യിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ള ഒരു സിനിമ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ലൈവ് കുറച്ച് ഡയലോഗ് വരുന്നുണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ കുറേ കാണിക്കുന്നുണ്ടല്ലോ. മനസ്സിലായില്ല ചോദ്യം, ആക്കി ചോദിച്ചാണോ? അത് അഭിലാഷേട്ടൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാൻ അത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ അപ്പം ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിന്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിന്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇങ്ങനത്തെയൊക്കെ ഇതിനു മുമ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും, കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പൊ തന്നെ ഷൂട്ട്. അപ്പൊ വേഗം സമയമായി, ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പൊ അതിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്, എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണ്.